തിരുവനന്തപുരം നെടുമങ്ങാട് ഇരിഞ്ചയത്തെ വാഹനാപകടത്തിൽ ഡ്രൈവർ അരുൾ ദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അലക്ഷ്യമായി വാഹനം ഓടിച്ച് ജീവൻ നഷ്ടപ്പെടുത്തിയതിന് ആണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, ഈ അപകടവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലുള്ള റിപ്പോർട്ടുകൾ ജയശങ്കർ നൽകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അലക്ഷ്യമായി വാഹനം ഓടിച്ച് ജീവൻ നഷ്ടപ്പെടുത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. നിരവധി ദൃക്സാക്ഷികളും അതേ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണ് ഇയാളുടെ മൊഴിയെടുക്കുക? മറ്റു നടപടികൾ എന്തൊക്കെയാണ്? അതായത് ക്രിസ്റ്റീന, ഈ അപകടത്തിന് പിന്നാലെ ഒളിവിൽ പോയ അരുൾദാസിനെ പോലീസ് ഇന്ന് പുലർച്ചെ 4:30 കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിനുശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അമിത വേഗതയിൽ വണ്ടി ഓടിച്ചെന്ന കാര്യം ഉൾപ്പെടെ ഇയാൾ പോലീസിന് മൊഴി നൽകിയത്. ഇയാളുടെ കൂടി മൊഴി പരിഗണിച്ചാണ് നിലവിൽ പോലീസ് ഇപ്പോൾ ഇയാൾക്കെതിരെ അമിത വേഗതയിൽ വാഹനം ഓടിച്ച് ജീവൻ നഷ്ടപ്പെടുത്തിയതിനെതിരെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത്. അരുൾദാസിന് ഈ കേസിൽ നിലവിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇയാളെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കോടതിയിൽ ഹാജരാക്കാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ഒപ്പം തന്നെ ഈ ബസ്സിന് എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറുണ്ടായിരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് നിലവിൽ പരിശോധിച്ചു വരികയാണ്. മോട്ടോർ വാഹന വകുപ്പും അമിത വേഗത തന്നെയാണ് അപകടത്തിലേക്ക് നയിച്ചെന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ദാരുണമായൊരു അപകടം നടക്കുന്നത്. ഈ നാട്ടുകാരും പോലീസ് ഉൾപ്പെടെ വലിയ തോതിൽ രക്ഷാപ്രവർത്തനം നടത്തിയതുകൊണ്ട് മാത്രമാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞത്. ഒരു ജീവൻ അപകടത്തിൽ നഷ്ടമായി. അപ്പോഴും ഒരു വലിയ വേദന ഒരു സംഭവം പകരുന്നുണ്ട്. എന്തായാലും അപകടവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലായിരുന്ന ഏറെക്കുറെ ആളുകൾ ആശുപത്രികൾ വിട്ടിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നത് വലിയ ആശ്വാസം പകരുന്ന വാർത്തയാണ്. ഈ അപകടത്തിന് പിന്നാലെ ഈ റോഡിന്റെ വളവും മറ്റും ഇല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ അപകടം നടന്ന പ്രദേശത്തെ റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ നാട്ടുകാരും ഈ റോഡിനെ കുറിച്ച് വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇന്നലെ രാത്രിയിലെ ഈ അപകടത്തിലേക്ക് നയിച്ചത് ഈ ഡ്രൈവറുടെ അശ്രദ്ധയും ഒപ്പം തന്നെ വാഹനത്തിന്റെ അമിത വേഗതയും എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ നിഗമനം. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഡ്രൈവർ അരുളിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അരുളാണ് ഈ കേസിലെ ഒന്നാം പ്രതി. എന്തായാലും ബസ്സിന്റെ സാങ്കേതിക കാര്യങ്ങൾ കൂടി പോലീസ് നിലവിൽ പരിശോധിച്ചു വരികയാണ്. ഈ യാത്രക്കാരുടെ ഉൾപ്പെടെയുള്ള മൊഴി പോലീസ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. ക്രിസ്റ്റീന, ശരി. ഇരിഞ്ചയം വാഹനാപകടത്തിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.